നമ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. കുംഭസംഭവനായ ബ്രഹ്മർഷി തുടർന്നു. രഘുനന്ദന, എല്ലാം കേട്ട ആ ദിവ്യൻ തൊഴുതുകൊണ്ട് സുസ്പഷ്ടങ്ങളായ അക്ഷരങ്ങളിൽ മറുപടി പറഞ്ഞു. ബ്രാഹ്മണവര്യ, സുഖദുഃഖങ്ങൾ നിറഞ്ഞ എൻ്റെ പൂർവ്വചരിതം കേട്ടാലും ദ്വിജശ്രേഷ്ഠനായ അങ്ങയുടെ ചോദ്യം ഞാൻ നിസ്സാരമാക്കി തള്ളുന്നത് ശരിയല്ലല്ലോ. സുദേവൻ എന്ന് 3 ലോകത്തിലും യശസ്സാകുന്ന വിദർഭ മഹാരാജാവായിരുന്നു എൻ്റെ പിതാവ്. 2 പത്നിമാരിൽ 2 പുത്രന്മാരാണ് എൻ്റെ ജനകനുണ്ടായത്. ശ്വേതൻ എന്നു പേരായ ഞാൻ സീമന്തപുത്രൻ. അനുജൻ്റെ പേർ സുരതൻ എന്നും. മഹർഷീശ്വര, പിതാവ് ദിവംഗതനായപ്പോൾ പ്രജാപ്രമുഖന്മാർ എന്നെ രാജാവായി വാഴിച്ചു. ധർമ്മത്തിൽ സുസ്ഥിരനായ ഞാൻ പിഴ പറ്റാതെ രാജ്യത്തെ അനേകായിരം സംവത്സരം പരിരക്ഷിച്ചു. ധർമ്മം കൊണ്ട് നാട്ടുകാരെ മുഴുവൻ യഥാവിധി കാത്തു. ആ ഇടയ്ക്കൊരു ദിവസം ചില നിമിത്തങ്ങൾ കൊണ്ട് എൻ്റെ ആയുസ്സിനെ പറ്റി അറിയാൻ സാധിച്ചു. സഹോദരനായ സുരതനെ അരജനാക്കി വാഴിച്ചു. മൃത്യുകാലം ഇന്നതാണെന്ന് മനസ്സിലാക്കിയ ഞാൻ ഈ ഘോരാരണ്യത്തിലേക്കാണ് വന്നത്. പക്ഷികൾ ഇല്ലാതെ ശൂന്യമായ ഇവിടെ സരസിൻ്റെ തീരത്തിൽ ഉഗ്രമായ തപസ്സു തുടങ്ങി. 3000 വർഷം ദുഷ്കര തപസ്സു ചെയ്ത എനിക്ക് അനുത്തമമായ ബ്രഹ്മലോക പ്രാപ്തി സിദ്ധിച്ചു. അല്ലയോ ദ്വിജോത്തമ, സ്വർഗലോകം പോകിയിട്ടും എനിക്ക് വിശപ്പും ദാഹവും അസഹ്യമായി തന്നെ ഉണ്ടായി. ഏറ്റവും വിഷമിച്ച ഞാൻ ത്രിലോക മേലാളായ പിതാമഹ സമീപത്തിൽ ചെന്ന് ഉണർത്തി. ഭഗവാനെ, ദേവദേവ, ബ്രഹ്മലോകത്തിൽ ക്ഷുത്പി പാസാദികൾ ഉണ്ടാകരുതല്ലോ. എന്തൊരു കർമ്മഫലമാണാവോ. ഞാൻ പൈതാഹ വിവശനായിത്തീരുന്നു. ലോകനാഥനായ പിതാമഹോ, എന്താണ് ഞാൻ ഭക്ഷിക്കേണ്ടത്? സദയം അരുളി ചെയ്യണേ. അഖില ഭൂതേശ്വരൻ ഉത്തരമേകിയത് ഇങ്ങനെയാണ്. സുദേവജ, നിനക്ക് ഭക്ഷിക്കുവാൻ സ്വാദിഷ്ടമായത് സ്വന്തം മാംസം തന്നെയാണ്. നിത്യവും അത് തിന്നുകൊള്ളൂ. ഹേ ശ്വേത, വിതയ്ക്കാത്തത് യാതൊന്നും മുളയ്ക്കുക പതിവില്ലല്ലോ. കഠിന തപസ്സുകൊണ്ട് നീ സ്വശരീരം പോറ്റി പോരുക മാത്രം ചെയ്തു. നിനക്ക് ഒട്ടും തന്നെ ദാനഗുണമുണ്ടായില്ല. ഉഗ്രമായ തപസ്സു ചെയ്തു ഉണ്ണി. അതുകൊണ്ടാണ് വിണ്ണിലും നിനക്ക് വിശപ്പും ദാഹവും ഉണ്ടാകുന്നത്. നല്ല നല്ല പദാർത്ഥങ്ങൾ തിന്ന് കൊഴുത്ത ഉത്തമ ശരീരത്തെ തന്നെ അമൃത പോലെ ഭക്ഷിച്ചുകൊള്ളൂ. അതുകൊണ്ട് സംതൃപ്തി വരും. യേശ്വത, ഏതൊരു ദിവസമാണ് മഹാത്മാ അഗസ്ത്യമാമുനി ആ കാട്ടിൽ വന്നു ചേരുന്നത്, അന്ന് നീ ക്ലേശത്തിൽ നിന്നെല്ലാം മുക്തനാകും. പൈതാഹങ്ങൾ വിട്ടൊഴിയും. സൗമ്യനായ ഉണ്ണി ബ്രഹ്മഋഷി അഗസ്ത്യന് വിണ്ണവരെ കൂടി കരകയറ്റുവാൻ സാധിക്കും. അതിനുള്ള കരുത്തുണ്ട്. പിന്നെയാണോ നിന്റെ കാര്യം? ദേവദേവനായ ഭഗവാന്റെ അരുളപ്പാട് കേട്ട ഞാൻ എൻ്റെ മൃതശരീരത്തെ, നിന്ദ്യമായ ആഹാരത്തെ പ്രതിദിനം ഭക്ഷിക്കുകയാണ്. ദ്വിജശ്രേഷ്ഠ, അനേകം ആണ്ടുകളായി ഇത് തുടങ്ങിയിട്ട്. അല്ലയോ ബ്രഹ്മഋഷി, ഈ ജഡത്തിന് ഇതുവരെയും ക്ഷയം വന്നിട്ടില്ല. എനിക്കാണെങ്കിൽ സംതൃപ്തിയും വരുന്നില്ല. ഏറ്റവും അധികം വിഷമിക്കുന്ന എൻ്റെ കഷ്ടപ്പാട് തീർത്തു തരണേ. ഈ മഹാരണ്യത്തിൽ പൊയ്കയുടെ തീരത്തിൽ കുംഭസംഭവനായ മാമുനീന്ദ്രൻ അഗസ്ത്യ ബ്രഹ്മർഷി അല്ലാതെ മറ്റാരും വരുന്നതല്ലെന്ന് തീർച്ച. ഈ ദിവ്യാഭരണത്തെ സ്വീകരിച്ച് അവിടുന്ന് എന്നെ കരകയറ്റണേ. ഇത് വാങ്ങി പ്രസാദിച്ചരുളണേ. ഈ ദിവ്യാഭരണത്തിൽ നിന്ന് രത്നവും സ്വർണവും വസ്ത്രവും ഭക്ഷ്യവും ഭോജ്യവും ഭൂഷണവും ആഗ്രഹിക്കുന്ന എന്തു തന്നെയും സിദ്ധിക്കും. ഈ കാഴ്ചയെ സദയം സ്വീകരിച്ച് എന്നെ കരയേറ്റുവാൻ കാരുണ്യം ഉളവാകണേ. ആ ദിവ്യൻ്റെ കഥനം നിറഞ്ഞ വാക്കുകൾ കേട്ട ഞാൻ പാപ നിർമ്മാർജ്ജനത്തിനായി ഈ ജാജ്വല്യ ആഭരണത്തെ ഏറ്റുവാങ്ങി. രാജഋഷിയുടെ മുമ്പത്തെ ആ ശരീരം നശിച്ചു. അതോടെ അദ്ദേഹം അതിസന്തുഷ്ടനായി തീർന്നു. ആഹ്ലാദ തള്ളലാൽ ഹൃദകം വഴിഞ്ഞ രാജാവ് ഉംബർ നാട്ടിലേക്ക് വിമാനത്തിലുയർന്നു. രഘുവംശ നായക, മഹേന്ദ്ര തുല്യനായ ശ്വേതൻ അത്ഭുതാകാരമായ ഈ ദിവ്യാഭരണം അതിനു വേണ്ടിയാണ് തന്നത്. ഭഗവാൻ അഗസ്ത്യന്റെ അത്ഭുതകരമായ വർത്തമാനം കേട്ട രഘുവീരൻ ഗൗരവത്താലും വിസ്മയത്താലും വീണ്ടും തുടർന്നു. ഭഗവാനെ, വിദർഭ മഹാരാജ ശ്വേതൻ കൊടും തപസ്സു ചെയ്ത് കാട് പശുപക്ഷി വിഹീനമായും മർത്യന്മാർ ആരും പ്രവേശിക്കാതെയായും തീരുവാൻ കാരണമെന്താണ്? അവിടെ തന്നെ തപസ്സനുഷ്ഠിക്കുവാൻ കാരണം? യഥാർത്ഥം അറിയുവാൻ വളരെ ആഗ്രഹമുണ്ട്. ശ്രീരാമചന്ദ്രന്റെ കൗതുകാന്വിതമായ ചോദ്യം മികച്ച തേജസ്വി എന്ന ബ്രഹ്മഋഷി കേട്ട് ഉത്തരമോദി. അല്ലയോ രാമ, പണ്ട് കൃതയുഗത്തിലാണ് ദണ്ഡനാധികാരിയായ മനു ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദിപുത്രൻ കുലനന്ദനായ ഇക്ഷ്വാകു മഹാനായ ആ ദുർജയനെ ഭൂഭർത്താവായി അവരോധിച്ച മനു പാർത്തലത്തിലെ രാജവംശങ്ങൾ മുഴുവൻ കർത്താവായി തീരുക എന്ന് അനുഗ്രഹിച്ചു. അങ്ങനെയാകാം എന്ന് പിതാവിനോട് ഏറ്റു. സന്തുഷ്ടനായ മനു, ഉദാരനായ ഉണ്ണി, ഞാൻ ഏറ്റവും പ്രീതനായി നീ തീർച്ചയായും വംശകർത്താവാകും.
ദണ്ഡനത്താൽ രാജ്യം സംരക്ഷിക്കണം. എന്നാൽ ദണ്ഡം വെറുതെ ചെയ്യരുത്. തെറ്റു ചെയ്യുന്ന മനുഷ്യരിൽ യഥാർഹം ശിക്ഷ കൊടുക്കുന്ന നരേന്ദ്രൻ സ്വർഗലോകത്തിലേക്കാണ് പോകുക. ഉണ്ണി അതുകൊണ്ട് തികച്ചും ശ്രദ്ധിച്ചു വേണം ദണ്ഡശിക്ഷ വിധിക്കുവാൻ. അങ്ങനെയായാൽ നിനക്ക് പാർത്തലത്തിൽ തികച്ചും ധർമ്മം സിദ്ധിക്കും. ഇത്തരത്തിലുള്ള അനേക കാര്യങ്ങൾ ഉപദേശിച്ച മനു സമാധിയിലിരുന്ന് ഹർഷാന്വിതനായി സനാതനമായ ബ്രഹ്മലോകത്തെ പ്രാപിച്ചു. പിതാവ് പിന്നേറിയ ശേഷം അമിതപ്രഭനായ ഇക്ഷ്വാകു മന്നവൻ ഉത്തമപുത്രന്മാർ എങ്ങനെയായാലാണ് എനിക്ക് ഉണ്ടാവുക എന്ന ചിന്തയിലാണ്ടു. പലതരത്തിലുള്ള സത്കർമ്മങ്ങൾ തുടർന്നു ചെയ്തു. സുധാർമ്മികനായ ഇക്ഷ്വാകു മഹാരാജാവിന് ദേവതുല്യരായ 100 പുത്രന്മാരുണ്ടായി. എന്നാൽ അവരിൽ ഏറ്റവും ഇളയവൻ ഒട്ടും തന്നെ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു പാമരനായിരുന്നു. ഉണ്ണി രാമ ജ്യേഷ്ഠന്മാരെ ബഹുമാനമോ ശുശ്രൂഷിക്കുവാനുള്ള ശ്രദ്ധയോ ഉണ്ടായിരുന്നില്ല. മന്ദബുദ്ധിയായ ആ കുട്ടിക്ക് ഇക്ഷ്വാകു ദണ്ഡൻ എന്നാണ് പേർ കൊടുത്തത്. കാരണം എന്തെങ്കിലും കാരണത്താൽ ഇവൻ ദണ്ഡനായി തീരും എന്ന് മഹാരാജാവ് നിശ്ചയിച്ചിരുന്നു. അവന് യുക്തമായൊരു സ്ഥലം സ്വരാജ്യത്തിൽ കാണാനില്ലാത്തതിനാൽ വിന്ധ്യൻ്റെയും ശൈവലഗിരിയുടെയും മധ്യത്തിലുള്ള രാജ്യമാണ് അവന് നൽകിയത്. മനോഹരഗിരി പ്രാന്തത്തിൽ ദണ്ഡൻ പെരുമാളായി അവിടെ വലിയൊരു രാജധാനി തീർപ്പിച്ചു. മധുമന്ത എന്ന് അതിന് പേരിട്ടു. ശുക്രാചാര്യരെ പുരോഹിതനായി വരിച്ചു. ഉംബർകോൻ മഹാവിഷ്ണുവിനോട് കൂടിയ പോലെ ദണ്ഡൻ ഉപാധ്യായനോടും സന്തുഷ്ട പ്രജകളോടും കൂടി അവിടെ വസിച്ചു. ശുക്രാചാര്യരും ഒന്നിച്ച് മഹാബലി ദേവലോകം വാണതുപോലെ മനുജേന്ദ്രപുത്രൻ ആ വൻനാട് പരിപാലിച്ചു. ശേഷം ചെയ്ത നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.